ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷമിച്ചിരിക്കുന്ന പ്രകാശനോട് കാദംബരി ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? വിക്രമിനെ ഓർത്താണോ വിഷമിക്കുന്നത്? അവൻ ജയിലിൽ പോകട്ടെ എന്നൊക്കെ പറയുന്നു. പ്രകാശൻ അപ്പോൾ പറയണം, നിങ്ങൾക്ക് അവൻ ജയിലിൽ പോകണമെന്നാണല്ലോ ആഗ്രഹം, അത് കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറയുന്നു. കാദംബരി അപ്പോൾ പറയാണ്, അത് കുറച്ചുണ്ടാക്കിയാൽ മതി, അവൻ ഇങ്ങോട്ട് വരുന്നതേ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. പെൺമക്കളെ വെറുത്ത അച്ഛനാണെങ്കിൽ അവനെ കൊണ്ട് ഒരു ഉപകാരവുമില്ലല്ലോ എന്നൊക്കെ കാദംബരി പറയാണ്. പിന്നീട് കല്യാണിയുടെ അമ്മ ഉപദേശിക്കുകയാണ്, വിക്രം ജയിലിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല, അവൻ ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടതെന്നൊക്കെ പറയുന്നു. കല്യാണി അതിനൊരു മറുപടിയും പറയുന്നില്ല. പിന്നീട് കിരൺ ആണെങ്കിലും കല്യാണിയെ ഉപദേശിക്കുന്നുണ്ട്, നിന്റെ തീരുമാനം എന്തായാലും എനിക്ക് പ്രശ്നമില്ല, നീ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാനെന്നൊക്കെ പറയുന്നു. ജയിലിന് പുറത്താണെങ്കിൽ പോലും നിന്റെ മുത്തശ്ശിക്കും അച്ഛനും അവനെ കൊണ്ട് പ്രശ്നം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നീട് രാഹുൽ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. ആ സമയത്താണെങ്കിൽ മനോഹർ കാണുന്നില്ല. സരയുൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് സരയുനെയും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സരയു അവിടെ ഉണ്ടായിരുന്നു. സരയും രാഹുലിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം മനോഹർ ആണെങ്കിൽ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ അമ്മായിയച്ഛൻ എൻ്റെ വരുതിയിലാണെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ സരയുവിനോടാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. സരയു ആണെങ്കിൽ മനോഹറിനെ ഫോൺ ചെയ്യുന്നുണ്ട്. മനോഹർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ വരാമെന്ന്. രാഹുലിനോട് പറയാണ്, എനിക്ക് അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ വേണം, അതും ഒരു ആൺകുട്ടിയെ വേണമെന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയാണ്, നിനക്കൊരു കുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം തീർന്നെന്നൊക്കെ. ഇപ്പം ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അമ്മയ്ക്കും മോൾക്കും മനസ്സിലാകില്ല എന്നൊക്കെ രാഹുൽ പറയാണ്. പിന്നീട് പ്രകാശനും അമ്മയുമാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് കിരണിനെയും കല്യാണിയെയും കാണുന്നു. മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും കരഞ്ഞപേക്ഷിക്കുകയാണ്, വിക്രമിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശി കള്ളം പറയുന്നുണ്ട്, പ്രകാശനാണെങ്കിലും നിന്നോട് അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പ്രകാശൻ പറയുന്നുണ്ട്, നിന്റെ ഒരേ ഒരാങ്ങളെയാണ്, പറ്റുമെങ്കിൽ രക്ഷിക്കാനെന്നൊക്കെ. മുത്തശ്ശി പറയാണ്, നിന്റെ അച്ഛനാണെങ്കിൽ എല്ലാ വൈരാഗ്യങ്ങളും മറന്നിട്ടാണ് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞത്, അവനെ രക്ഷപ്പെടുത്തിയാൽ പിന്നെ അച്ഛനും മകനുമൊക്കെ ഞങ്ങൾ ആരും നിന്നോട് പ്രശ്നമുണ്ടാക്കാനേ വരില്ല എന്നൊക്കെ പറയുന്നു. കല്യാണിയാണെങ്കിൽ ഒന്നിനും ആൻസർ പറയാതെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് വിക്രമിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജയിലിൽ നിന്നും പോലീസുകാർ കൂട്ടിയിട്ട് വരുന്നു. എസ് ഐ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നീ നന്നായിട്ട് ഉറങ്ങിയോ എന്ന്, നിന്റെ കുടുംബചരിത്രമെല്ലാം അറിയാം, അത് ഓർക്കുമ്പോഴാണെങ്കിൽ നിന്റെ അച്ഛനുള്ളതെല്ലാം നിനക്കിട്ട് തരാൻ തോന്നുമെന്നൊക്കെ പറയുന്നു. കോടതിയിലേക്ക് അവശനായ വിക്രമനെ കൂട്ടിയിട്ട് പോലീസുകാർ വരുന്നത് കണ്ടിട്ട് പ്രകാശന് സഹിക്കാൻ പറ്റുന്നില്ല. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്